രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. എന്തൊരറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം സത്യം. ഒക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കൾ പ്രവർത്തന രംഗത്തൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഇന്നിപ്പോ ഈ ഉത്തരവാദിത്തങ്ങളിലൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളത്. അഹങ്കാരത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. പിണറായി വിജയനെ എടാ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം സീരിയസ് ആയിട്ടുള്ള ആളുകളൊക്കെയോ ഇതെല്ലാം ബഹള നിയമസഭയിൽ നടത്തിയാലും അങ്ങറ്റത്തെ ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ തല്ലി പൊട്ടിച്ചാലും ഡെസ്കെ കയറി മറിഞ്ഞാലും എന്റെ ദൈവമേ, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ എന്നിട്ട് നിയമസഭയെ നടത്തുന്ന നമ്മുടെ മര്യാദകളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയാൻ വീണ്ടും പറ്റുന്നുണ്ടല്ലോ. മറ്റവന്റെ കുറ്റം വന്നിരുന്ന് പറഞ്ഞ് മാസാകാൻ ശ്രമിക്കുന്ന സമയത്തെങ്കിലും രണ്ട് വാക്ക് കാണാപാഠം പഠിച്ചെങ്കിലും വന്നിരുന്ന് മര്യാദയ്ക്ക് പറഞ്ഞുകൂടെ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എന്തെല്ലാം ബഹള നിയമസഭയിൽ നടത്തിയാലും അങ്ങറ്റത്തെ ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. പെരുമാറ്റം എന്ന് പറഞ്ഞ എന്തോ ഒരു പെരുമാറ്റമായിരുന്നു, ഒരു ഒന്നൊന്നര പെരുമാറ്റം അല്ലേ പെരുമാറിയത്. അവൻ എന്നെ ആക്കിയതാണോ? ആ പെരുമാറ്റം കണ്ടിട്ട് നാട്ടുകാർക്ക് മുഴുവനും അണ്ണനെ എടുത്തിട്ട് പെരുമാറണമെന്ന് തോന്നിപ്പോയി. അമ്മാതിരി പെരുമാറ്റം. എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അന്ന് മര്യാദക്ക് ഈയിടെ ആരുടെയോ എടുത്ത് പെരുമാറാൻ വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ, നിയന്ത്രിക്കാൻ പറ്റാതെ. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ പറ്റി? എന്തിന്റെ കുഴപ്പം? എന്നാ പോ, അടി വാങ്ങിക്കണ്ട. സന്തോഷായി, നല്ല സന്തോഷായി. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ.